സംപൂജ്യരായ ഗുരുജനങ്ങൾക്ക് എൻ്റെ നമോവാക്ക്. പവി സൈഡ് നീ മാറി ഇന്നാ മതി, ഞാനല്ലേ ആശൻ. അപ്പോ നാടകം ഏറെക്കുറെ സെറ്റാണ്. ആണ്. ഒരു മിനിറ്റ്. എന്ത് ആശാനെ, പൈസ കണ്ട പൈസ ദക്ഷിണ വയ്ക്കണമല്ലോ. അല്ല, ആശാൻ കൊടുക്കാനാണ്. അനുഗ്രഹിക്കണം ആശാൻ. നന്നായി വരും, നന്നായി വരും. ഗുരുത്വമുള്ളവനാണ്. ആ പറഞ്ഞ വാക്ക അങ്ങ് പാലിച്ച്. അതാണ് ജയൻ. അപ്പോ നാടകം ഏറെക്കുറെ സെറ്റാണ്. ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തട്ടിലേക്ക് അങ്ങ് കയറാം, അതങ്ങ് പൊളിക്കാം. അപ്പോ ഞാൻ നിങ്ങൾക്കായി എഴുതിയ നാടകത്തിന്റെ പേരാണ് യോഹന്നാന്റെ മെഴുകുതിരികൾ. അളിയ, അല്ല ആശാനെ, ഞാൻ ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞതല്ലേ ഇത് ക്ഷേത്രത്തിൽ കളിക്കേണ്ടതാണ്. ഈ യോഹന്നാൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ അവിടെ കളിക്കേണ്ടതല്ലേ? അങ്ങനെ നീ പറഞ്ഞിരുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ? കുഴപ്പമില്ല, വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, ഈ യോഹന്നാന്റെ മെഴുകുതിരി അങ്ങ് മാറ്റിയിട്ട് പകരം സോമന്റെ ഇടിഞ്ഞിലുകൾ. നാടകത്തിന്റെ പേര് സോമന്റെ ഇടിഞ്ഞിലുകൾ. എങ്ങനെയുണ്ട്? അതൊക്കെ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ ഇതിലെന്ന് പറയുന്നത് മുഖ്യ കഥാപാത്രം അച്ഛന്റെ കഥാപാത്രം എന്ന് വെച്ചാൽ സോമൻ. ആ സോമന്റെ കഥാപാത്രം ചെയ്യേണ്ടത് ജയനാണ്. ജയൻ സോമൻ. ജയന്റെ മരിച്ചുപോയ ഭാര്യ അത് രുക്കു. അയ്യോ, മരിച്ചുപോയ ഭാര്യയുടെ ആത്മാവ് നമ്മൾ അതിൽ കാണിക്കും, അത് രുക്കു. പിന്നെ സോമന് 4 മക്കളുണ്ട്. 4 മക്കൾ, 4 പെൺമക്കൾ. ആ 4 പേരാണ് നിങ്ങൾ. ഈ തറവാടിന്റെ പേരെന്ന് പറഞ്ഞത് ഇടിഞ്ഞിൽ തറവാട്. അല്ല, ഈ ഇടിഞ്ഞിലുകൾ എന്നൊക്കെ പറയുമ്പോ എന്തുവാ? ഇടിഞ്ഞിൽ എന്ന് പറയുമ്പോ നമ്മൾ ഈ കാർത്തികയ്ക്ക് ദീപമൊക്കെ ഇങ്ങനെ കത്തിച്ച് വയ്ക്കൂല്ലേ, ഇങ്ങനെ ചട്ടിയിലുള്ള ഇങ്ങനെ കൂമ്പിരിക്കും ഒരു സാധനം, അതിനാണ് ഇടിഞ്ഞിൽ എന്ന്. പവി ഇത് പിടി. അപ്പൊ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഈ തറവാടിന്റെ പേരില് ഇയാളുടെ ഈ മക്കളുടെ പേരിലും ഒരു ബന്ധമുണ്ട്. ഇയാളുടെ മൂത്ത മകളുടെ പേരാണ് ഇട്ടോ. ഇട്ടു. രണ്ടാമത്തെ മകളുടെ പേരാണ് ഡിറ്റു. മൂന്നാമത്തെ മകളുടെ പേരാണ് ഞുട്ടു. അവസാനത്തെ മകളുടെ പേരാണ് ലുട്ടു. ഇതെന്ന് വെച്ചാൽ നിങ്ങളാണ് ഈ 4 പേരുടെ, അതിലാണ് ഇടിഞ്ഞിൽ തറവാടെന്ന് പേരിട്ടിരിക്കുന്നത്. അത് കലക്കേളിയാ, നല്ലതല്ലേ? എന്റെ കൊച്ചെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ആ പേര് വെച്ചിട്ടാണ് തറവാടിന് പേരിട്ടിരിക്കുന്നത്. ഇടിഞ്ഞിൽ, ഇട്ടു, ഡിട്ടു, ഞുട്ടു, ലൊട്ടു, ഇടിഞ്ഞിൽ. അപ്പൊ ഇതില് അവസാനത്തെ പുത്രിയുടെ വേഷം ഈ കുട്ടി ചെയ്യട്ടെ, ലുട്ടു. ഈ ലുട്ടുവിന്റെ ഈ 3-4 പെൺപിള്ളേരുടെയും ഒരേ ഒരു മുറച്ചെറുക്കനാണ് നമ്മുടെ പവി ചെയ്യുന്ന ഹീറോ ക്യാരക്ടർ. അപ്പൊ ഈ ലുട്ടുവിനെ പ്രണയിക്കുന്ന ആളാണ് പവി. പവിയുടെ പേരാണ് ശശി. ശശി ലവ് ലുട്ടു. ചേരും അല്ലേ? നല്ലല്ലേ? അല്ല, ഇത് ഇത്ര ലുക്കുള്ള എനിക്ക് വേറെ നല്ല പേര് പറയുന്നു. എന്റെ കഥാപാത്രത്തിൽ കയറി കൈ വയ്ക്കരുത്, മനസ്സിലായല്ലോ? ശശി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല, അതാണ് യവന് പറ്റിയ പേര്. അതാണ് സോമൻ, ശശി. കറക്റ്റ് അല്ലേ? അപ്പൊ പവികാന്തൻ അതിലുള്ള സ്ക്രിപ്റ്റ് പിച്ച് വാരി എല്ലാവർക്കും കൊടു. നിങ്ങൾ എല്ലാവരും പോയിരുന്ന് കുത്തിയിരുന്ന് നിങ്ങളുടെ കഥാപാത്രത്തിന്റെ പേര് മനസ്സിലായല്ലോ. അപ്പൊ മൂത്ത മകളെന്ന് പറയുന്നത് ഈ കുട്ടിയാണ്, ഡിട്ടു. ഡിട്ടുവിന്റെ ഇത് പഠിക്കണം. ഇത് രണ്ടാമത്തെ മോളെന്ന് പറയുന്നത് ഡിട്ടു. അത് ഞുട്ടു, ഇത് ലുട്ടു. ഞുട്ടു ആര്? കൊടു. ഞുട്ടു, ലുട്ടു. കേട്ട് കൊടു. എല്ലാവരും പോയിരുന്ന് പഠിച്ചിട്ട് നമുക്ക് റിഹേഴ്സൽ നോക്കാം. പിന്നെ ശബ്ദം മാറ്റി സംസാരിച്ച് തൊണ്ട കീറി കുറച്ച് വെള്ളമോ ചായയോ ഡ്രിങ്ക്സോ ഒക്കെ തന്നു കഴിഞ്ഞാൽ സന്തോഷം. ചാരുമോളെ, ആശാനെ കുറച്ച് വെള്ളം എടുത്തിട്ടോ. എടാ, പിന്നെ അവിടെ നമ്മൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കുറെ സാധനങ്ങൾ വേണം. എണ്ണ വേണം, തോർത്ത് വേണം, സോപ്പ് വേണം, അങ്ങനെ കുറെ സാധനം. അതെല്ലാം നമുക്ക് റെഡിയാക്കാം. അതൊക്കെ അവിടെ എഴുതി തന്നാ എന്തൊക്കെ വേണോന്നുള്ളത് എഴുതി തന്നാ മതി. സോമൻ വായിച്ച് പാടി. സോമ, എല്ലാരും വായിച്ച് പാടി, നല്ലപോലെ പടി. ആത്മാവിന് പാട്ടേ ഉള്ളൂ. ആത്മാവ് ഡയലോഗ് പറഞ്ഞാൽ പുറത്ത് കേൾക്കില്ല. അത് ലോജിക്കലി അല്ല, അത് മതി. ചാരുവിടെ പോയി ഡാൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ദാഹം, വെള്ളം കുടിച്ചിട്ട് വരും. പെട്ടെന്ന് വരും. നമുക്ക് പണിയിലോട്ട് കിടക്കണം. 2000 രൂപ തന്ന് 500 രൂപ നിനക്കുള്ളതാണ് അതിൽ. പെട്ടെന്നോ വായിച്ച പടി വെച്ചാ അങ്ങോട്ട്.